എല്ലാവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ആദ്യമേ കാണിക്കുന്നത് സ്റ്റാൻലിയെ വിളിക്കുന്ന ബാലേന്ദ്രനെയാണ്. വിളിച്ച് ഫോണൊക്കെ എടുത്തതിന് ശേഷം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഗുഡ് മോർണിംഗ് ഒക്കെ പറഞ്ഞതിന് ശേഷം ബാലേന്ദ്രൻ ചോദിക്കും, സ്റ്റാൻലി നാളെ ഉച്ച കഴിഞ്ഞ് വീട്ടിൽ കാണുമോ എന്ന്. അന്നേരം സ്റ്റാൻലി പറയും, ഞാൻ ഉച്ച കഴിഞ്ഞ് ഇവിടെ തന്നെ കാണും, എന്താ ഇങ്ങോട്ട് വരുന്നുണ്ടോ എന്ന് ചോദിക്കുവാണ്. അന്നേരം ബാലേന്ദ്രൻ പറയും, അതെ, നാളെ അലീനെ കൂട്ടി അങ്ങോട്ട് വരാം എന്ന് ഞാൻ കരുതുമായിരുന്നു, എന്തെങ്കിലും അസൗകര്യം ഉണ്ടോ എന്ന് ചോദിക്കും. അന്നേരം ഒരസൗകര്യമില്ല, നിങ്ങൾ ഇങ്ങോട്ട് പോരെ എന്ന് പറയുമ്പം ബാലേന്ദ്രൻ വീണ്ടും ചോദിക്കുവാണ്, എനിക്ക് നിങ്ങളുടെ കുടുംബത്തെക്കുറിച്ചൊന്നും അറിയത്തില്ല, ഭാര്യയും മക്കളും ഒക്കെ ഉണ്ട് എന്നാണ് പറഞ്ഞത്, ഇനി അലീന അങ്ങോട്ട് വന്നു കഴിയുമ്പം അതൊക്കെ ഒരു പ്രശ്നമാകില്ലേ എന്ന് ചോദിക്കുമ്പം സ്റ്റാൻലി പറയുന്നുണ്ട്, പ്രശ്നമാകുമോ എന്ന് ചോദിച്ചാൽ പ്രശ്നമാകും, പക്ഷേ അതൊക്കെ സോൾവ് ചെയ്യാൻ എന്നെക്കൊണ്ട് പറ്റും, ബാലേന്ദ്രൻ ടെൻഷൻ ആകണ്ട എന്ന് പറയുന്നു. അന്നേരം വീണ്ടും ബാലേന്ദ്രൻ പറയുവാണ്, അലീനെ അവിടെ കൊണ്ട് നിർത്തുന്നത് മൂലം നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ വിളിക്കണം, ഞാൻ അവളെ തിരിച്ചു കൂട്ടിക്കൊണ്ട് പോകുന്നോളാം, അവൾക്കൊരു വിഷമം ഉണ്ടാക്കരുത് എന്ന് പറയുവാണ്. അന്നേരം സ്റ്റാൻലി ചോദിക്കുന്നുണ്ട്, അവളെൻ്റെ മകളല്ലേ, അവളെ ഉൾക്കൊള്ളാൻ എന്നെക്കൊണ്ട് സാധിക്കും, എന്താണെന്ന് വെച്ചാൽ ഞാൻ ചെയ്തോളാം, ബാലേന്ദ്രൻ ടെൻഷൻ ആകണ്ട, ഏതായാലും നാളെ നിങ്ങളിങ്ങോട്ട് പുറപ്പെട്ടു പോരെ എന്നൊക്കെ പറഞ്ഞിട്ട് സ്റ്റാൻലി ഫോം വയ്ക്കുവാണ്. നല്ല ടെൻഷനുണ്ട് കേട്ടോ ബാലേന്ദ്രന്. പിന്നെ കാണിക്കുന്നത് മനുവിനെയും അലീനയാണ്. അവർ വീട്ടിലോട്ടെത്തി ഇങ്ങനെ വണ്ടിയിൽ തന്നെ ഇരിക്കുവാണ് മനു. അന്നേരം ഇറങ്ങുന്നില്ലേ മനുവേട്ട എന്ന് ചോദിക്കും അലീന. അന്നേരം ഇറങ്ങണോ, നമ്മൾ പറയാനുള്ളതെല്ലാം പറഞ്ഞു കഴിഞ്ഞതല്ലേ എന്ന് ചോദിക്കുമ്പം അങ്ങനെയല്ല, ഇനിയും പറയാനുണ്ടല്ലോ, മനുവേട്ടനെ ഇറങ്ങുക എന്ന് പറയും. അന്നേരം നീ എന്ത് പറയാനാടി, അതിൻ്റെ ആവശ്യമുണ്ടോ എന്ന് ചോദിക്കുമ്പം ചില കാര്യങ്ങൾ പറയാതെ പറയാനുണ്ട് മനുവേട്ട എന്ന് പറയും. അന്നേരം മനു ചോദിക്കും, എന്തിനാ, യാത്ര ചോദിക്കാനാണോ? എന്നോട് യാത്ര ചോദിക്കൊന്നും വേണ്ട കേട്ടോ, എനിക്കത് പെയിൻഫുള്ളാണ് എന്ന് പറയുമ്പം അലീന ഇങ്ങനെ ചോദിക്കും, അതെന്താ മനുവേട്ട അങ്ങനെ പറയുന്നത്, ഞാൻ എല്ലാവരോടും യാത്ര ചോദിച്ചില്ലേ, അതുപോലെ മനുവേട്ടനോടും എന്ന് പറയുമ്പം വേണ്ട, എന്നോട് നീ യാത്രയൊന്നും ചോദിക്കണ്ട എന്ന് പറയുന്നു. അന്നേരം അലീന പറയുന്നുണ്ട്, ഞാൻ ആരെയും ഉപേക്ഷിച്ച് പോകുമൊന്നും അല്ലല്ലോ, ഇനിയും വരികയും കാണുകയും ഒക്കെ ചെയ്യില്ലേ എന്ന്. അന്നേരം മനു പറയും, എങ്കിലും എന്നോടത് വേണ്ട എന്ന് പറയുന്നു. അന്നേരം മനുവേട്ടനെ ഇറങ്ങുന്നില്ലേ എന്ന് പിന്നെയും ചോദിക്കുക. അന്നേരം മനു പറയുന്നുണ്ട്, എനിക്കറിയാം നീ എന്താ ഉദ്ദേശിക്കുന്നത് എന്ന്, ഞാൻ നിൻ്റെ കൂടെ ഇറങ്ങി വീട്ടിലോട്ട് കയറി വന്ന് അവിടെയുള്ള എല്ലാവരോടും തമാശയൊക്കെ പറഞ്ഞ് ചിരിച്ച് നീ തരുന്ന ചായയും കുടിച്ച് അവിടെ കുറച്ച് നേരം ഇരിക്കണം, അതല്ലേ നീ ഉദ്ദേശിക്കുന്നത് എന്ന് ചോദിക്കുമ്പം അപ്പം പറയാതെ തന്നെ കാര്യങ്ങൾ അറിയാമല്ലേ എന്ന് ചോദിക്കുന്നു. എന്നാൽ നീ വണ്ടിയിൽ നിന്ന് ഇറങ്ങുക എന്ന് പറയും. എന്നിട്ട് വണ്ടിയിൽ നിന്ന് ഇറങ്ങി കഴിയുമ്പം മനു വന്നിങ്ങനെ അലീനയുടെ കയ്യിൽ പിടിക്കുക. എന്നിട്ട് അലീന ചോദിക്കും, ഇതെന്താ ഇങ്ങനെ എന്ന് ചോദിക്കുമ്പം മനു പറയുവാണ്, ഇതൊരു റിഹേഴ്സലാണ്, എന്തെങ്കിലും ഒരു കാലത്ത് നിൻ്റെ കയ്യിൽ ഇങ്ങനെ പിടിച്ചുകൊണ്ട് എനിക്ക് വീട്ടിലേക്ക് കയറി വരാൻ പറ്റുമോ എന്ന് അറിയത്തില്ലല്ലോ, അങ്ങനെ പറ്റുവാണെങ്കിൽ അതിനുള്ളൊരു റിഹേഴ്സലാണ് ഇത് എന്ന് പറയുവാണ്. എന്നിട്ട് കയ്യെ പിടിച്ച് കുറച്ച് നേരം അങ്ങ് നടക്കും. അത് കഴിഞ്ഞ് രണ്ടുപേരുടെ അകത്തോട്ട് കയറി ചെല്ലുന്നു. അപ്പോഴത്തേക്കും കൃഷ്ണമോള് ഇറങ്ങി വരും. എന്നിട്ട് അലീന ചേച്ചിക്ക് എവിടുന്ന് മനുവേട്ടനെ കിട്ടിയത്, ശരണ്യെ കാണാൻ പോയതല്ലായിരുന്നു, അതിനിടയ്ക്ക് എവിടുന്ന് മനുവേട്ടനെ കിട്ടി എന്ന് ചോദിക്കുമ്പം മനു പറയുന്നുണ്ട്, അതെ, ഇവള് ശരണ്യെ കണ്ടിട്ട് വരുന്ന വഴിക്ക് ഇങ്ങനെ മാങ്ങ പൊട്ടി വീണ് കിടക്കുന്ന പോലെ ഞാൻ കിടക്കുമായിരുന്നു, അവിടുന്ന് ഇവളെന്നെ പെറുക്കിയെടുത്തുകൊണ്ട് വന്നതാണ് എന്ന് പറയുമ്പം അലീന ചിരിക്കും. അന്നേരം കൃഷ്ണമോള് പറയുക, ഓ വളിച്ച തമാശ കേട്ടിട്ട് ചിരിക്കുക, അതിൻ്റെ വല്ല ആവശ്യമുണ്ടോ എന്ന് ചോദിക്കുന്നു. അപ്പോഴത്തേക്കും അങ്ങോട്ടേക്ക് ബബിതയും വരും. അന്നേരം മനു ചോദിക്കും, നീ കിടന്ന് ഉറങ്ങുമായിരുന്നു ഓടി എന്ന്. അന്നേരം ചെറിയൊരു ക്ഷീണം പോലെ, അതുകൊണ്ട് ചെറുതായിട്ടൊന്ന് മയങ്ങി എന്ന് പറയും. അന്നത്തേക്കും അലീന, നിങ്ങളിവിടെ സംസാരിച്ചിരിക്കുക, ഞാൻ ചായ എടുത്തുകൊണ്ട് വരാം എന്ന് പറഞ്ഞ് അടുക്കളയിലേക്ക് പോവുക. അലീന അടുക്കളയിലേക്ക് പോയി കഴിയുമ്പോഴേക്കും ബാലേന്ദ്രൻ ഇറങ്ങി വരും. എന്നിട്ട് നീ എവിടെ നാളാ ഇവളുടെ കൂടെ കൂടിയത് എന്ന് ചോദിക്കുമ്പം, അല്ല വീട്ടിലോട്ട് വന്നായിരുന്നല്ലോ, അത് കഴിഞ്ഞപ്പം അച്ഛൻ പറഞ്ഞു അലീനെ കൊണ്ടുവിടാൻ, അങ്ങനെ ഞാൻ പോകുന്നതാ എന്ന് പറയുമ്പം ബാലേന്ദ്രൻ ചോദിക്കുന്നുണ്ട്, അലീന നാളെ പോവുകയാണ് എന്നറിഞ്ഞപ്പം ചിലർക്ക് ഭയങ്കര സന്തോഷമായിട്ടുണ്ടല്ലേ എന്ന് ചോദിക്കുമ്പം മനു പറയുന്നുണ്ട്, ചിലർക്ക് ഭയങ്കര സന്തോഷമായിട്ടുണ്ട് അങ്കിളെ എന്ന് പറയുക. എന്നിട്ട് മനു ചോദിക്കും, അലീന ഇവിടുന്ന് പോയതിന് ശേഷം എങ്ങനെയാണ് അങ്കിളെ കാര്യങ്ങൾ, അതിനൊരു തീരുമാനമായോ എന്ന് ചോദിക്കുമ്പം ബാലേന്ദ്രൻ പറയുന്നുണ്ട്, അതിനെന്ത് തീരുമാനമാകാനാണ്, അവൾ ഇവിടുന്ന് പോയതിന് ശേഷം ഇങ്ങോട്ട് വരാൻ ചിലർ ഇരിക്കുന്നുണ്ടല്ലോ, അവരിങ്ങോട്ട് വരട്ടെ, എന്നിട്ട് കാര്യങ്ങൾ തീരുമാനിക്കാമെന്ന് പറയും. അന്നേരം മനു പറയുന്നുണ്ട്, അത് കഴിഞ്ഞാൽ എങ്ങനെയാണ് അധികാരം തിരിച്ചു കൊടുക്കുമോ എന്ന് ചോദിക്കുവാണ്. അന്നേരം അധികാരം തിരിച്ചു കൊടുക്കുന്ന കാര്യം അത് നമുക്ക് ആലോചിക്കാമെന്ന് പറയും. അന്നേരം മനു പറയുന്നുണ്ട്, അല്ല ഇതിനു മുമ്പ് കാര്യങ്ങളൊക്കെ ഇവിടെ നോക്കിയിരുന്നത്, ഇവിടെ ഭരിച്ചിരുന്ന ആൻറ്റിയാണല്ലോ, അതുകൊണ്ട് ചോദിച്ചതാ എന്ന് പറയുമ്പം ബാലേന്ദ്രൻ പറയുന്നുണ്ട്, ഞാൻ ഇതിനു മുമ്പ് എല്ലാം എല്ലാവർക്കും കൊടുത്തിട്ടേ ഉള്ളൂ, അത് അധികാരമായാലും സ്വാതന്ത്ര്യമായാലും എല്ലാം അതങ്ങനെയൊക്കെ തന്നെയായിരുന്നു, പക്ഷേ ഇനി അങ്ങനെയല്ല, ഇനി ബാലേന്ദ്രൻ പലതും ഇങ്ങോട്ട് എടുക്കാൻ പോവുകയാണ് എന്ന് പറയും. അന്നേരം അത് കേൾക്കുന്ന ബബുദി വയ്ക്കും, അമ്മ വന്നതിന് ശേഷം അമ്മയോട് യുദ്ധം ചെയ്യാനാണോ അച്ഛൻ്റെ പരിപാടി, അങ്ങനെയാണെങ്കിൽ ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാട്ടോ, അമ്മ വന്നതിന് ശേഷവും വലിയ പ്രശ്നങ്ങളില്ലാതെ കാര്യങ്ങൾ അങ്ങ് മുന്നോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് അലീന ചേച്ചി ഇങ്ങോട്ട് തന്നെ തിരിച്ചു കൂട്ടിക്കൊണ്ട് വരണം, അങ്ങനെ വന്നുവെങ്കിൽ അച്ഛൻ പ്രശ്നമൊന്നും ഉണ്ടാക്കരുത് എന്ന് പറയുവാണ്. അന്നേരം ബാലേന്ദ്രൻ പറയുന്നുണ്ട്, മോളെ നിനക്കൊന്നും അറിയത്തില്ല, ഇനി പലതും നീ അറിയാനിരിക്കുന്നതേ ഉള്ളൂ എന്ന്.
അപ്പോഴത്തേക്കും അലീന ചായയായിട്ട് വരും. എന്നിട്ട് എല്ലാവരോടും ഡൈനിങ് ടേബിളിലേക്ക് വന്നിരിക്കുക, ചായ കുടിക്കാമെന്ന് പറയുവാണ്. അങ്ങനെ എല്ലാവരും വന്നിരിക്കുന്നു. എല്ലാവരുടെയും കയ്യിലേക്ക് ചായയൊക്കെ എടുത്ത് കൊടുത്തു കഴിഞ്ഞ് അവർ ഡൈനിങ് ടേബിളിൻ്റെ ചുറ്റിരിക്കുവാണ്. അന്നേരം ബാലേന്ദ്രൻ അലീനയെ നോക്കിയിട്ട് പറയുന്നുണ്ട്, മോളെ ഇനി നിൻ്റെ ജാതകം മാറാൻ പോവുകയാണ് എന്ന്. അന്നേരം അലീന നോക്കും, അതെങ്ങനെയാണ് എൻ്റെ ജാതകം മാറുന്നത്? അത്ഭുത ദ്വീപിലെ അത്ഭുത മനുഷ്യരെ പോലെയാണോ എന്ന് ചോദിക്കുമ്പം ബാലേന്ദ്രൻ പറയുന്നുണ്ട്, അതെ, ഇനി അങ്ങോട്ട് കാണാൻ പോകുന്നത് അലീനയുടെ അത്ഭുത വിളക്കാണ്. നീ നല്ല ഒന്നാന്തര സെറ്റപ്പിലേക്കാണ് ചെല്ലാൻ പോകുന്നത്. അവിടെയൊക്കെ അത്രയ്ക്ക് നല്ല ആൾക്കാരാണ് എന്നൊക്കെ പറയുമ്പോൾ ഈ അച്ഛൻ വെറുതെ പറയുന്നതാ ഇത് എന്ന് അലീന പറയും. അന്നേരം ബബിത പറയുന്നുണ്ട്, അങ്ങനെയൊന്നുമല്ല, ഇതിൻ്റെ അകത്ത് എന്തൊക്കെയോ രഹസ്യങ്ങളുണ്ട്, അതൊക്കെ ഒന്ന് കണ്ടുപിടിക്കണം എന്ന് പറയുമ്പം ബാലേന്ദ്രൻ പറയുന്നുണ്ട്, അങ്ങനെയുള്ള രഹസ്യങ്ങൾ കണ്ടുപിടിക്കാതിരിക്കുന്നതാണ് നല്ലത്. ചില രഹസ്യങ്ങളായിട്ട് തന്നെ ഇരിക്കുന്നതായിരിക്കും എല്ലാവർക്കും മനസ്സമാധാനത്തിന് നല്ലത് എന്ന് ബാലേന്ദ്രൻ പറയുമ്പോഴേക്കും മനു പറയുന്നുണ്ട്, ഈ അങ്കിള് വെറുതെ പുളു പറയുകയാണ്, നീ അതൊന്നും കേട്ട് വിശ്വസിക്കേണ്ട എന്ന്. അതൊക്കെയും അലീനെ ഞാൻ രോഹിത്തിനെയും കൂടെ വിളിക്കട്ടെ എന്ന് പറഞ്ഞ് അങ്ങോട്ട് പോകുന്നു. ഇങ്ങനെയൊക്കെ പറയുന്നുണ്ടെങ്കിലും എല്ലാവർക്കും ഭയങ്കര വിഷമമൊക്കെയാണ്. പിന്നെ കാണിക്കുന്നത് ബബിതയാണ്. ബബിത കുളിയെല്ലാം കഴിഞ്ഞ് ഇറങ്ങി വരുന്ന സമയത്ത് ഫോൺ റിങ് ചെയ്യുന്നുണ്ട്. കുറേ അടിച്ചതിന് ശേഷം പോയി എടുക്കുന്നത്. കാണുമ്പോൾ വൈജയന്തിയാണ്. എടുക്കാൻ ഒട്ടും താല്പര്യമില്ല, എങ്കിലും ബബിത അത് എടുക്കും. എടുത്തു കഴിയുന്നെങ്കിൽ അപ്പുറത്തെ തലക്കിൽ നിന്ന്, നീ എവിടെ പോയി കിടക്കുമായിരുന്നടി, നിനക്കൊന്നും ഇങ്ങോട്ട് വിളിക്കാൻ താല്പര്യമില്ല, ഞാൻ അങ്ങോട്ട് വിളിച്ചിട്ടുണ്ടെങ്കിലും നിനക്കൊന്നും എടുക്കാൻ പറ്റത്തില്ലല്ലോ, അവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ ഞാൻ നാട്ടുകാർ പറഞ്ഞോ വേണോ അറിയാൻ, നിനക്കൊന്നും വിളിച്ച് പറയാൻ മേലെ എന്നൊക്കെ ചോദിക്കുമ്പോൾ, ഇവിടെ എന്നാ നടന്നു എന്നാ അമ്മ ഈ പറയുന്നത്, അമ്മയ്ക്ക് എന്നതാ അറിയേണ്ടത് എന്ന് ചോദിക്കും. അന്നേരം ഒന്നും അറിഞ്ഞില്ലല്ലോ, ഏതായാലും അവിടുന്ന് ഒരുത്തി പോകുമല്ലേ എന്ന് ചോദിക്കും. അന്നേരം പോകുക, അമ്മയ്ക്ക് സമാധാനമായില്ലേ എന്ന് ചോദിക്കുമ്പോൾ, അതെ, സമാധാനവും സന്തോഷവും ഒക്കെ ആയിട്ടുണ്ട്, നിൻ്റെ അച്ഛന് ഭയങ്കര വിഷമമായി കാണുമല്ലോ എന്നിങ്ങനെ പറയുന്നു. അന്നേരം ബബിത ചോദിക്കുന്നുണ്ട്, ആയെങ്കിൽ അമ്മയ്ക്ക് എന്താ, അമ്മ എന്തിനാ എപ്പോഴും വിളിക്കുമ്പം ഈ അലീന ചേച്ചിയുടെയും അച്ഛൻ്റെയും കുറ്റം പറയുന്നത്? അതുകൊണ്ട് മാത്രമാണ് ഞാൻ അമ്മയെ വിളിക്കാത്തത്, ഇവിടെയുള്ള ആരും അമ്മ വിളിക്കാത്തതും അതുകൊണ്ട് തന്നെയാണ്. അമ്മയുടെയും കമലാൻ്റെയും കണ്ണിൽ നിങ്ങൾ മാത്രമാണ് ശരി, ബാക്കി എല്ലാവർക്കും എന്തെങ്കിലും കുറ്റം കണ്ടുപിടിച്ചോളും എന്നൊക്കെ പറയുമ്പോൾ വൈജയന്തി ചോദിക്കും, അങ്ങനെ ഞങ്ങൾ കുറ്റം കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ എന്താടി കുഴപ്പം, ഞങ്ങൾ പറഞ്ഞ എന്തെങ്കിലും ഇതുവരെ നടക്കാതിരുന്നിട്ടുണ്ടോ, അപ്പം പറയുന്നത് ഞങ്ങളാണോ കുറ്റക്കാർ എന്നൊക്കെ ചോദിക്കുമ്പം ബബിത പറയുന്നുണ്ട്, കുറച്ചുകൂടെ നല്ല രീതിയിൽ ചിന്തിക്കാൻ നോക്ക്, അല്ലാതെ അമ്മയുടെ ഒന്നും സ്വഭാവം നന്നാവുമെന്ന് തോന്നുന്നില്ല എന്ന് പറയുമ്പോൾ, നിനക്കിപ്പോൾ അമ്മയാണല്ലോ തെറ്റുകാരി എന്ന് പറയും, അമ്മയാണല്ലോ മോശക്കാരി എന്നും പറയും. അന്നേരം ബബിത പറയുന്നുണ്ട്, അമ്മ മോശക്കാരിയാണ് എന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല, അമ്മയുടെ സ്വഭാവം ശരിയല്ല എന്നേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ, പിന്നെ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നതിനും കാര്യങ്ങൾ കാണും, പണ്ട് ഇതിന് പറ്റിയ രീതിയിലുള്ള എന്തെങ്കിലും ചെയ്തു വെച്ചിട്ടുണ്ടോ എന്ന് ഒന്ന് ആലോചിച്ച് നോക്കേ എന്ന് പറയും. അന്നേരം വൈജയന്തി ചോദിക്കും, അതിനായിട്ട് നീ അങ്ങനെ പറഞ്ഞത് എന്ന് ചോദിക്കുവാണ്. അന്നേരം ഒന്നുമില്ല, അമ്മയോട് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് തലയ്ക്ക് ഭ്രാന്ത് പിടിക്കും, അതുകൊണ്ട് തന്നെ എനിക്ക് കൂടുതൽ സംസാരിക്കാൻ താല്പര്യമില്ല എന്ന് പറയും. പിന്നെ അലീനയും ബാലേന്ദ്രനെയും കൂട്ടി പറഞ്ഞതിൻ്റെ ദേഷ്യമൊക്കെ പറഞ്ഞു തീർത്തിട്ടാണ് ബബിത വയ്ക്കുന്നത്. അന്നേരം ഇടി അഹങ്കാരി എന്ന് പറഞ്ഞ് രണ്ടാമത് അങ്ങോട്ട് വൈജയന്തി പറയാൻ തുടങ്ങുന്നതെങ്കിൽ ഫോൺ വയ്ക്കുകയും ചെയ്യും. അതിൻ്റെ ദേഷ്യത്തിലിരിക്കുവാണ് അവിടെ വൈജയന്തി, അതുപോലെ ഇവിടെ ബബിതയും. ആ സമയമാണ് റൂമിലേക്ക് അലീന ഒരു ചായയൊക്കെ ആയിട്ട് വരുന്നത്. അന്നേരം ബബിതയെന്ന് വിളിക്കുമ്പോൾ എന്നതാ എന്ന് ചോദിക്കുവാണ് ബബിത. നേരെ ദേഷ്യത്തിലാണ് എന്ന് അലീനയ്ക്ക് മനസ്സിലായി. അലീന പയ്യെ അടുത്ത് പോയിരിക്കും. എന്നിട്ട് ഈ ചായ പിടിച്ച് എന്ന് പറയുമ്പം ബബിത ഇങ്ങനെ ദേഷ്യപ്പെട്ടിരിക്കുവാണ്. അന്നേരം നിർബന്ധിച്ച് കയ്യിലേക്ക് ചായ കൊണ്ട് വെച്ച് കൊടുക്കും. എന്നിട്ട് ഇത് കുടിക്കുക എന്ന് പറയും. എന്നിട്ട് ചോദിക്കും, എൻ്റെ കൊച്ചിനെ പെട്ടെന്ന് ഇങ്ങനെ ദേഷ്യം വരാൻ എന്താ സംഭവിച്ചത്, മോളെ ആരാ ദേഷ്യം പിടിപ്പിച്ചത് എന്നൊക്കെ ഇങ്ങനെ ഇത്തിരി തമാശയോടെ ഇങ്ങനെ ചോദിക്കുവാണ്. അന്നേരം വേറെ ആരുമില്ല, അമ്മയാ എന്ന് പറയും. അന്നേരം അമ്മ ഫോൺ വിളിച്ചിട്ടാണോ മോൾ ഇത്രയും ദേഷ്യത്തിലിരിക്കുന്നത്, അമ്മ എന്തെങ്കിലും പറഞ്ഞു എന്ന് കരുതി ഇങ്ങനെ ദേഷ്യപ്പെടേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ, പിന്നെ പറയുന്ന കാര്യങ്ങൾ കേട്ടാൽ ദേഷ്യം വരാതിരിക്കുമോ എന്ന് ചോദിക്കും. അന്നേരം അലീന പറയുന്നുണ്ട്, അച്ഛനോടും അമ്മയോടും ഒന്നും നമ്മൾ ദേഷ്യപ്പെടരുത്, നമ്മൾ ദേഷ്യപ്പെടുകയാണെങ്കിൽ പോലും നമ്മളുടെ വാക്കുകളിലെ മൂർച്ച നമ്മൾ പലപ്പോഴും അറിയുന്നുണ്ടാവില്ല, നമ്മൾ ആയുധം ഉപയോഗിച്ച് അവരെ ആക്രമിക്കുന്നതിനേക്കാൾ കടുപ്പമായിരിക്കും ചിലപ്പോൾ ദേഷ്യപ്പെടുമ്പോൾ വരുന്ന വാക്കുകൾ എന്നൊക്കെ പറയുമ്പം ബബിത പറയുന്നുണ്ട്, എനിക്ക് പെട്ടെന്ന് ദേഷ്യം വരും, അതെന്നാ കാര്യം എന്നൊന്നും എനിക്ക് അറിയത്തില്ല, ഇനിയിപ്പം കൃഷ്ണമോൾ പറഞ്ഞ പോലെ ഞാൻ അഹങ്കാരി ആയതുകൊണ്ടാണോ എന്ന് ചോദിക്കുമ്പോൾ, ആഹാ കൃഷ്ണമോൾ അങ്ങനെ പറഞ്ഞോ, എനിക്കൊന്ന് ചോദിക്കണമല്ലോ എന്ന് പറഞ്ഞ് അലീന അവിടെ നിന്ന് കൃഷ്ണമോളെ എന്നിങ്ങനെ ഉറക്കെ വിളിക്കുക. അന്നേരം ഒന്നും മിണ്ടാണ്ടിരുന്നേ, ഇനി അവളുടെ വായിന്നൂടെ എന്നെ കേൾപ്പിച്ചോ എന്നിങ്ങനെ പറയുവേ. അന്നേരം ഇവരിങ്ങനെ സംസാരിക്കുന്ന കേട്ടുകൊണ്ട് റൂമിലേക്ക് ഒരു ചായയൊക്കെ പിടിച്ചുകൊണ്ട് രോഹിത് വരും. എന്നിട്ട് ആഹാ ഇവിടെ റൂം സർവീസൊക്കെ ഉണ്ടായിരുന്നോ എന്നിങ്ങനെ ചോദിക്കുവാണ്. അന്നേരം ബബിത, അതെ, കുറച്ച് നാളുകൾക്ക് മുമ്പ് വേറൊരാൾക്കും റൂം സർവീസ് ഉണ്ടായിരുന്നു, അതുകൊണ്ട് കൂടുതൽ സംസാരിക്കേണ്ട എന്ന് പറയുന്നു. എന്നിട്ട് ഇവരുടെ ഇരിപ്പൊക്കെ കാണുമ്പോൾ, എന്താ കാര്യം, എന്തെങ്കിലും സഹായം ആവശ്യമുണ്ടോ എന്നെക്കൊണ്ട് എന്നിങ്ങനെ ചോദിക്കുന്നു. അന്നേരം ഒന്നുമില്ലടാ, ആ കൃഷ്ണമോള് പറഞ്ഞേക്കുവാണ് ഇവൾ അഹങ്കാരിയാണെന്ന്, അത് അവളോടൊന്ന് ചോദിക്കണമല്ലോ, അതിനാ അവളെ വിളിച്ചത് എന്ന് പറയും. അന്നേരം രോഹിത് പറയുക,
ഓ ആ ഒരു കാര്യത്തിനാണോ അവളെ വിളിച്ചത്? അതിന് അവളെ വിളിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ, ഞാൻ പറഞ്ഞു തരില്ലേ, ഇത്ര നിസ്സാര കാര്യത്തിനാണോ എന്ന് ചോദിച്ചിട്ട് പയ്യെ നടന്ന് അവരുടെ അടുത്തോട്ട് വരും. എന്നിട്ട് രോഹിത് പറയുവാണ്, അഹങ്കാരിയാണോ എന്ന് ചോദിച്ചാൽ അഹങ്കാരത്തിന് കയ്യും കാലും വെച്ച സാധനമാണ് ഇത് എന്ന് പറയേണ്ടി വരുമെന്ന് പറയുമ്പോഴേക്കും ചായക്കപ്പ് അവിടെ വെച്ചിട്ട് ദേഷ്യപ്പെട്ട് എഴുന്നേറ്റ് വരുവാണ് ബബിത. അന്നേരെ രോഹിത് ഇറങ്ങി ഓടും. പക്ഷേ പുറകെ ഇറങ്ങി വരുന്ന ബബിത അവിടെ ഇരിക്കുന്ന ഒരു തലേനെ എടുത്ത് രോഹിത്തിൻ്റെ എറിയും. രോഹിത് അതെടുത്ത് തിരിച്ചറിയുമ്പോഴേക്കും ബബിത മാറിക്കൊടുക്കും. അത് അലീനയ്ക്കായിട്ടാണ് കൊള്ളുന്നത്. അത് കണ്ട് ബബിത പിന്നെ അവൻ്റെ പുറകെ ഓടുന്നു. എന്നിട്ട് ഈ പിള്ളേരുടെ ഒരു കാര്യം എന്നുള്ള മട്ടിലിങ്ങനെ ചിരിച്ചുകൊണ്ട് ഇതെല്ലാം കണ്ടുകൊണ്ട് നിൽക്കുന്ന അലീനയെ കാണിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് തലേനെയൊക്കെ എടുത്ത് വെച്ചിട്ട് അലീന അങ്ങ് പോകും കേട്ടോ. പിന്നെ കാണിക്കുന്നത് വൈകിട്ടാണ്. കിടക്കുന്നതിന് മുമ്പ് എല്ലാം ഒന്ന് അടുക്കി ഒതുക്കി വെച്ചുകൊണ്ടിരിക്കുവാണ് അലീന റൂമിൽ. അന്നേരം അങ്ങോട്ടേക്ക് കൃഷ്ണമോള് വരും. അതിന് എന്താ മോൾ ഉറങ്ങിയില്ലായിരുന്നു എന്ന് ചോദിക്കുമ്പം ഞാൻ കിടന്നതാ എന്നിട്ട് എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല. അലീന ചേച്ചി നാളെ ഇവിടുന്ന് പോവുകയാണല്ലോ എന്ന് ഓർക്കുമ്പം നെഞ്ചിനകത്ത് എന്തോ ഭാരം കയറ്റി വെച്ചതുപോലെ എനിക്ക് വിഷമം വരുവാണ് എന്ന് പറയും. അന്നേരം നീ എന്തിനാണ് വിഷമിക്കുന്നത് എന്ന് ചോദിച്ചുകൊണ്ട് അകത്തേക്ക് വിളിക്കും. എന്നിട്ട് പറയും നമുക്കിന്ന് ഒരുമിച്ച് ഇവിടെ കിടക്കാമെന്ന്. എന്നിട്ട് അവർ കട്ടിലിൽ പോയിരുന്ന് സംസാരിക്കുവാണേ. അന്നേരം കൃഷ്ണമോള് പറയുന്നുണ്ട്, ചേച്ചി ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ എല്ലാം ശരിയാകുമെന്നാണോ ചേച്ചിയുടെ വിചാരം? ഒന്നും ശരിയാകാൻ പോകുന്നില്ല എന്ന് പറയുമ്പോൾ ഇല്ല മോളെ, വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകില്ല എന്ന് പറയുമ്പോൾ കൃഷ്ണമോള് പറയുന്നുണ്ട്, ചേച്ചിക്ക് ഒന്നും മനസ്സിലാകിഞ്ഞിട്ടാണോ? ചേച്ചി ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ അച്ഛൻ ഒന്നിനും വിട്ടുകൊടുക്കത്തില്ല. അമ്മയുടെ ദേഷ്യമൊന്നും ഇനി ഇവിടെ നടക്കത്തില്ല. ചേച്ചി ഇവിടെ ഉള്ളതുകൊണ്ടാണ് അച്ഛൻ ഒന്ന് ഒതുങ്ങിയിരിക്കുന്നത് എന്ന് പറയുമ്പം അലീന ചോദിക്കും, അലീന പറയും അങ്ങനെയൊന്നും അല്ല മോളേന്ന്. അന്നേരം കൃഷ്ണമോള് പറയുന്നുണ്ട്, അതെ അതുകൊണ്ട് തന്നെയാണ് ചേച്ചിയുടെ മനസ്സിൽ അച്ഛനൊരു വലിയ സ്ഥാനമുണ്ട് എന്ന് അച്ഛൻ അറിയാം. അതുകൊണ്ടാണ് അച്ഛൻ പലതും സഹിച്ചിവിടെ നിൽക്കുന്നത്. ഇതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതൊന്നും ആയിരിക്കില്ല ഇനി സംഭവിക്കാൻ പോകുന്നത് എന്ന് പറഞ്ഞ് വിഷമിച്ചിരിക്കുന്ന കൃഷ്ണമോളെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ കഥ തീരുന്നത്. പിന്നെ നാളത്തെ പ്രൊമോ കാണിക്കുന്നുണ്ട്. പ്രൊമോയിൽ രണ്ടുപേരൂടെ കെട്ടിപ്പിടിച്ച് കിടന്ന ഓരോ സങ്കടങ്ങൾ പറയുന്നുണ്ട്. എന്നാണെങ്കിലും നമ്മൾ പിരിഞ്ഞു പോകേണ്ടവരല്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ച് അലീന കൃഷ്ണമോളെ ആശ്വസിപ്പിക്കുമ്പോൾ കൃഷ്ണമോള് പറയുന്നുണ്ട്, എനിക്ക് ചേച്ചിയുടെ കൂടെ വന്നാൽ മതിയായിരുന്നു, എന്നെ കൂടെ കൊണ്ടുപോകാവോ എന്നൊക്കെ ചോദിച്ച് ഇങ്ങനെ കെട്ടിപ്പിടിച്ച് കരയുവാണ്. പിന്നീട് ബബിത ഇരുന്നും ഇതുപോലെ വിഷമിച്ച് സങ്കടപ്പെട്ട് കരയുന്നൊക്കെ കാണിക്കുന്നുണ്ട്. അതുപോലെ നേരം വെളുത്തതിന് ശേഷം അടുക്കളയിൽ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി ചെല്ലുന്ന അലീനയോട് കൃഷ്ണമോള് പറയുന്നുണ്ട്, ചേച്ചി ഇനി അടുക്കളയിൽ കയറി ഒന്നും ചെയ്യണ്ട എന്ന്. അന്നേരം അതെന്താ എന്നെ നീ ഒഴിവാക്കുവാണോ എന്ന് ചോദിക്കുമ്പം ആരെയാണ് ഒഴിവാക്കി പോകുന്നതെന്ന് എല്ലാവർക്കും അറിയാമെന്നൊക്കെ പരിഭവവും ദേഷ്യവും ഒക്കെ കലർന്ന് പറയുന്ന കൃഷ്ണമോളെ കാണിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് അലീന റൂമിലോട്ട് ചെല്ലുമ്പം അലീനയ്ക്ക് ഇടാനുള്ള സാരിയും ആഭരണങ്ങളൊക്കെ ആ കട്ടിലയിൽ ഇരിപ്പുണ്ട്. അതൊക്കെ എടുത്ത് ഇങ്ങനെ വിഷമിച്ച് നിൽക്കുന്ന അലീനയെ കാണിച്ചുകൊണ്ട് ഇന്നത്തെ കഥ തീരുന്നു.